മണ്ണിൽ നിന്നും കിട്ടിയ ഡയമണ്ട് ഇവൻ ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ചു. പക്ഷേ അത് കണ്ട സൂപ്പർവൈസർ അത് ആവശ്യപ്പെട്ടു. എന്നാൽ ഇതെല്ലാം കണ്ട് പേടിച്ച അടുത്തുള്ളയാൾ പെട്ടെന്നാണ് ചെളിയിൽ നിന്ന് അതിലും വിലപിടിപ്പുള്ള ഒരു പിങ്ക് വജ്രം കണ്ടത്. ആരുമില്ലാത്തതിനാൽ അത് ഒളിപ്പിക്കാൻ നോക്കവേ അടുത്തുണ്ടായിരുന്ന വാട്ടർ പമ്പ് പൊട്ടിത്തെറിച്ച് എല്ലാവരുടെയും ശ്രദ്ധ മാറി. ആ അവസരത്തിൽ അയാൾ വജ്രം കാൽവിരലുകൾക്കിടയിൽ ഒളിപ്പിച്ച് മെല്ലെ രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും ഒരു ഓഫീസർ തടഞ്ഞു. കൈകൾ തുറപ്പിച്ച് പരിശോധിച്ചെങ്കിലും ഒന്നും കണ്ടെത്താനാവാതെ അയാൾ വിട്ടയച്ചു. കണ്ണിൽ നിന്ന് മറഞ്ഞതും മൂത്രമൊഴിക്കുന്ന മട്ടിലിരുന്ന അയാൾ വജ്രം പുറത്തെടുത്തു. തുണിയിൽ മണ്ണിൽ കുഴിച്ചിടാൻ തുടങ്ങിയെങ്കിലും പുറകിൽ തോക്ക് വന്നു. സൂപ്പർവൈസർ കാര്യം മനസ്സിലാക്കിയിരുന്നു. എല്ലാം തീർന്നു എന്ന് കരുതിയ സമയത്ത് ഒരു ഗ്രനേഡ് പൊട്ടിത്തെറിച്ച് സൂപ്പർവൈസർ ബോധം കെട്ടു വീണു. സർക്കാർ സൈന്യമെത്തിയതായിരുന്നു അത്. അയാൾ ഇഴഞ്ഞുമാറി വജ്രം അടുത്തുണ്ടായിരുന്ന ചെളിയിൽ കുഴിച്ചിട്ടെങ്കിലും പടയാളികൾ കൂടി. താൻ വിമതനല്ലെന്ന് കരഞ്ഞു പറഞ്ഞിട്ടും അവർ വിശ്വസിച്ചില്ല. അപ്പോൾ ബോധം തിരികെ വന്ന സൂപ്പർവൈസർ വജ്രം എവിടെയെന്ന് ചോദിച്ചു. പക്ഷേ അയാൾ മിണ്ടിയില്ല. സത്യം പറയിപ്പിക്കുന്നവന് $1000 ഇനാം പ്രഖ്യാപിച്ചതോടെ അയാൾ ദേഷ്യപ്പെട്ട് ഷർട്ട് ഊരിയെറിഞ്ഞ് വിമതരാണ് തങ്ങളെ അനാഥരാക്കിയതെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ മറ്റു തടവുകാർ വിശ്വസിച്ചു. കാര്യങ്ങൾ കൈവിട്ടു പോകുന്നത് കണ്ട് സൂപ്പർവൈസർ ബഹളം വെച്ചെങ്കിലും സൈനികർ അയാളെ വലിച്ചിഴച്ചു കൊണ്ടുപോയി. എന്നാൽ തൊട്ടടുത്ത സെല്ലിലുള്ള ഒരു തടവുകാരൻ തന്നെ സൂക്ഷിച്ചു നോക്കുന്നത് അയാൾ കണ്ടു. ആ വജ്രം എവിടെയാണെന്ന് അവിടെയുള്ളതിൽ വെച്ച് അയാൾക്ക് മാത്രമേ അറിയുമായിരുന്നുള്ളൂ.